നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന് അർഹമായ ഭക്ഷ്യധാന്യ വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തോന്നിയത് ചെയ്യുമെന്നാണ് കേന്ദ്ര നിലപാട്. ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്തിന് യോജിക്കാത്ത നടപടിയാണ്. റേഷൻ കടകളിൽ 10 രൂപയ്ക്ക് നൽകുന്ന അരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ നൽകുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. റൈസ് വിതരണോദ്ഘാടനത്തിലായിരുന്നു പ്രതികരണം. ലാഭം നോക്കിയാണ് ഭാരത് റൈസ് വിതരണം ചെയ്യുന്നത്. ലാഭേച്ഛയും കൂട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയ ലാഭവും. 18 രൂപയ്ക്കാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് അരി കിട്ടുന്നത്. 10 രൂപ കൂട്ടി ഭാരത് റൈസ് ആക്കി വിൽക്കുകയാണ്. ദുരിതാശ്വാസത്തിന്റെ പേരിൽ നൽകിയ അരിയുടെ വില പോലും കേന്ദ്രം പിടിച്ചുപറിച്ചു. കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി മുടക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് പുതിയ നീക്കത്തിൽ ആശ്ചര്യപ്പെടേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റേഷൻ വിതരണത്തിന് സംസ്ഥാന സർക്കാർ ഭീമമായ തുക ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഇത് സ്വകാര്യ പരിപാടിയെന്ന് അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. സെൽഫി പോയിന്റും ബാനറും സ്ഥാപിക്കാനാണ് നിർദ്ദേശം. ലൈഫ് മിഷൻ വീടുകളുടെ മുന്നിൽ ലോഗോ വെക്കണം എന്ന് നിർദ്ദേശിച്ചു. അവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയാണിത്. ലോഗോ വെക്കാൻ കഴിയില്ല എന്ന് ഉറച്ച സ്വരത്തിൽ അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യം, പാർപ്പിടം, ഭക്ഷണം എന്നിവ ഔദാര്യമല്ല, അവകാശമാണ്. അതിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് പാടില്ല. കേന്ദ്ര നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.